ഞാൻ നേരത്തെ ഒരു സംശയം പറഞ്ഞില്ലേ, അവരെ ആരോ പ്രണയിച്ച് ചതിച്ചതാവാന്ന്. പിന്നെ ആലോചിച്ചപ്പോ തോന്നി അതിന് സാധ്യതയില്ലെന്ന്. പ്രണയിച്ച് കാണും, പക്ഷേ കാമുകൻ ഉപേക്ഷിക്കാൻ വഴിയില്ല. നല്ല സ്വഭാവ, സൗന്ദര്യമുണ്ട്, ആർക്കും ചതിക്കാനൊന്നും പറ്റില്ല. ചന്ദ്രൻ, നീ അത് തന്നെ എന്തിനാ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? നേരത്തെ സംസാരിച്ച് തീർന്ന വിഷയമല്ലേ ഇത്? ബാലു ഇത് നിസ്സാരമായി കാണുന്നു. ഒരു സ്ത്രീയെ മനസ്സിലാക്കാൻ ആണുങ്ങൾക്ക് കഴിയില്ല. എനിക്ക് അതിശയം അതല്ല. ഒരു പാർട്ടിയിലായിരുന്നിട്ടും ബാലു സിദ്ധു ഒക്കെ ഇതറിയാതെ പോയതെന്താ? നീയൊന്നും വെറുതെ ഇരിക്കെ ചന്ദ്രേ. ഞാനേ അവരുടെ മനസ്സിനെ കുറിച്ച് ആലോചിക്കുന്നു. പഴയ ഓർമ്മകൾ കടന്നു വരാതിരിക്കൂ? ആ കാമുകനെ ഓർക്കാതിരിക്കൂ? തീർച്ചയായും ഒറ്റയ്ക്കിരിക്കുമ്പോ അയാൾ അവരുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ടാവും. നീ ചുമ്മാ ഓരോ കഥകൾ ഉണ്ടാക്കാതെ. ബാലു, ഇത് കഥയല്ല, കാര്യം ഞാൻ പറയുന്നേ. തീർച്ചയായിട്ടും അയാളെ കുറിച്ച് അവർ ഓർക്കും. ആരായിരിക്കും ആ നല്ല സ്ത്രീയെ കൈവിട്ട് കളഞ്ഞ ആള്? അയാളിപ്പോ മേരി തോമസിനെ ഓർക്കുന്നുണ്ടാവോ? ഒന്ന് വെറുതെ ഇരിക്കുക. ബാലു, എന്താ ബാലു ഇത്? ഞാൻ പറഞ്ഞില്ലേ ചന്ദ്ര, ഒന്നാമത് നല്ല തലവേദന, പിന്നെ പാർട്ടിയിലെ ചില പ്രശ്നങ്ങള്. ബാലു, ദേവി, വേണ്ട വേണ്ട, തൊടും പിടിക്കൊന്നും വേണ്ട. കിടന്നുറങ്ങാൻ നോക്ക്. ചൂടാവാതെ. അറിവില്ലായ്മ കാരണം മനുഷ്യർ ചില തെറ്റുകളൊക്കെ ചെയ്തു പോവുമല്ലോ. ചെയ്ത തെറ്റിന് മാപ്പ് പറഞ്ഞാ അത് അംഗീകരിക്കണമെന്നാ? സൗകര്യമില്ല. തോന്നുമ്പോ തെറ്റിയ, തോന്നുമ്പോ മാപ്പ് പറയുക. മാപ്പ് പറഞ്ഞ ഉടൻ മറ്റുള്ളവരങ്ങ് മാപ്പ് കൊടുത്തോണം. സൗകര്യമില്ല. പോട്ടെ, ക്ഷമിക്ക്. ഒരബദ്ധം ഏത് നന്ദനും പറ്റില്ലേ? ഞാനൊന്ന് ദേഹത്ത് തൊട്ടപ്പോ എന്തായിരുന്നു? ദേഹത്ത് തൊടണ്ട, ഞാനും നീയും തമ്മിൽ ബന്ധമില്ല. എന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ എന്റെ മാത്രം കാര്യങ്ങളാണ്. അല്ല, ഞാൻ പറയട്ടെ. ഒന്നും പറയണ്ട. ഷീറ്റ് വിരിച്ച് തറയിൽ കിടന്നപ്പോ കൂടെ വന്ന് കിടന്നു, അവിടെയും അടുപ്പിച്ചില്ല. അതുകൊണ്ട് അന്ന് ഞാൻ കുറിച്ചിട്ടതാ ഇതുപോലെ എന്റെ പിറകെ നടക്കുന്നു. നീ എന്റെ ദേവിയല്ലേ? ദേവിയല്ല, മൂദേവി. അതുപോലല്ലേ എന്ന് പറഞ്ഞത്. ദേവി, തൊടണ്ട. ഇയാളോട് മലയാളത്തിലല്ലേ പറഞ്ഞത് ഏത് തൊടണ്ടാന്ന്? മുരളിയേട്ടന് പൈസ കൊടുക്കണ്ടേന്ന് ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞതെന്താ? എന്റെ കാര്യങ്ങൾ എന്റെ മാത്രം കാര്യങ്ങളാന്ന്. അപ്പൊ ഇനി വേറെ ആരെങ്കിലും പോയി തൊട്ടാ മതി. അപ്പൊ തൊടാൻ സമ്മതിക്കില്ല? ഇല്ല. ഞാനെന്ന് പറഞ്ഞതാ. നന്ദു കുറച്ചൊന്ന് ക്ഷമിക്ക്, തനുജയുടെ പ്രശ്നങ്ങളൊക്കെ തെളിയും. അപ്പൊ ദുശാസനെ പോലെ തുള്ളിച്ചാടി ഇങ്ങ് വരല്ലായിരുന്നോ? ഞാനോ? ദുശാസനോ? എന്റെ ദേവി, ഞാൻ പാവം നന്ദന. പച്ചവെള്ളം തന്നു നോക്ക്, ചവച്ചേ കുടിക്കൂ. കുറച്ച് വെള്ളം കുടിക്ക്. മിനറൽ വാട്ടർ തന്നെ കുടിച്ചാ മതി, അതാ നല്ലത്. അന്ന് എന്നോട് പറഞ്ഞ് പണം കായ്ക്കുന്ന മരം വീടിന്റെ പുറകിലുണ്ടല്ലോ. അതുകൊണ്ട് വെള്ളം വാങ്ങാൻ കാശിന് ബുദ്ധിമുട്ടുണ്ടാവില്ല. മരത്തിൽ കയറി കുറെ പണം അങ്ങ് പറിച്ചെടുത്താ മതി. ഇതൊക്കെ നീ എന്തിനാ ഓർമ്മിച്ച് വെച്ചിരിക്കുന്നത്? വെറുതെ. എന്തിനാന്നോ? ദാ
ഇന്നത്തെ ഈ ദിവസം എനിക്ക് വേണ്ടി വരുമെന്ന് എനിക്ക് അറിയായിരുന്നു. അപ്പൊ എന്നോട് കൂട്ടില്ല? ഇല്ല. ഉറപ്പിച്ചാണോ പറയുന്നത്? ഉറപ്പിച്ച. അപ്പോ ഈ മുറിയിൽ എനിക്ക് സ്ഥാനമില്ല? നന്ദുന്റെ വീടല്ലേ, ഈ മുറിയിൽ കിടക്കാൻ പാടില്ല എന്ന് പറയാൻ എനിക്ക് അവകാശമൊന്നുമില്ലല്ലോ. എനിക്ക് ഉറക്കം വരുന്നു. അങ്ങനെ ഒരു അന്യനെ പോലെ എനിക്ക് ഈ മുറിയിൽ കഴിയണ്ട. ഞാൻ പുറത്തു കിടന്നോളാം. ശരിയപ്പോ. ഓ, അവളൊരു പിണക്കം. വാശി എനിക്കുണ്ട്. കാണിച്ചിട. അയ്യോ, ഞാൻ പുറത്തു പോയി കിടക്കണോ അല്ലേ? മനസ്സില്ല. അന്നേരം ഞാൻ പോയി കിടക്കുന്നേ? ആഹാ, ഞാൻ ഇവിടെ തന്നെ കിടക്കും. ആഹാ, പിന്നെ പുറത്തേന്ന് കിടക്കുന്നു. അതങ്ങനെ പള്ളി ചെന്ന് പറഞ്ഞാൽ മതി. ഇതുവരെ പോകുന്ന ഞാനും നോക്കി. എനിക്കറിയായിരുന്നു പോയ പോലെ തിരിച്ചു വരുമെന്ന്. എന്റെ ദേവി. മാറിക്കിടക്കാനല്ലേ പറഞ്ഞ? ആ, എന്നാ ശരി. എത്രയൊക്കെ ഒരു മനുഷ്യന് താഴാൻ പറ്റും? ഇത് അഹങ്കാരം. അല്ലാതെ പറയാനാ? എന്റെ ദേവി തന്നെ എന്നോട് ഇങ്ങനെ ചെയ്യണം. ഓ, എന്റെ ദേവി. പിന്നെ പറച്ചില് കേട്ട തേൻ ഒഴുകല്ലേ? മാപ്പ് ചോദിച്ചില്ല ഞാൻ. മാപ്പ് പറഞ്ഞ ഒക്കെ തീരുമല്ലോ. വേണ്ട, ഞാൻ ഇനി മിണ്ടാൻ വരുന്നില്ല. അമ്പടി കള്ളി, അപ്പൊ നീ എന്നെ പറ്റിക്കായിരുന്നല്ലേ? ശരിയാക്കി തരാം ഞാൻ. ആഹാ, എടീ, നീ ഇന്ന് ഒരുപാട് വെള്ളം കുടിച്ചേ. നീ ഇന്ന് വിടില്ല. അമ്മേ, ഇങ്ങോട്ടൊന്ന് വന്നേ. ആന്റി, വരണം സർ. പഠിത്തമൊക്കെ എങ്ങനെയുണ്ട് മോളെ? ആ, കുഴപ്പമില്ല ആന്റി. അല്ല, ആരൊക്കെ ഇത്? സുഖാണോ രാധികേ? സുഖം. ഇപ്പതാ രണ്ടുപേരും കൂടി ഇങ്ങോട്ട് വന്നപ്പോ സന്തോഷായി. വരൂ, വരണം സാർ. ദേവികമോൾ അറിഞ്ഞില്ലേ നിങ്ങൾ ഇങ്ങോട്ട് വരുന്നത്? ഒന്നും പറഞ്ഞില്ലല്ലോ. ഇല്ല, മക്കളോടൊന്നും പറഞ്ഞില്ല. പ്രഭയാ പറഞ്ഞത് രാധികയും ശാരികയും ഒന്ന് കാണണമെന്ന്. സന്തോഷായി. ഇതാ സർ. താങ്ക് യു. മോളിപ്പോ ഫൈനൽ ഇയർ അല്ലേ? ആ, അതെ സർ. ദാ, എന്താ ഇത്? രാധികയ്ക്ക് എന്റെ ഒരു സമ്മാനം. അയ്യോ, ഇത് എനിക്ക് നല്ലൊരു മരുമകളെ, അല്ല മോളെ തന്നതിന്.
ദേവികയുടെ അമ്മ എന്ന നിലയ്ക്ക് ഇതിലും വലിയൊരു ഭാഗ്യം എനിക്കിനി കിട്ടാനില്ല. ദാ മോളെ, ഇത് നിനക്ക്. താങ്ക് യു ആന്റി. നിങ്ങളോടൊക്കെ അറിഞ്ഞും അറിയാതെയും കുറച്ച് കാര്യങ്ങൾ എന്റെ പ്രഭ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ദേവിക മോളോട്. എല്ലാം തെറ്റായിരുന്നു എന്ന് പ്രഭ തിരിച്ചറിയുന്നുണ്ട്. സത്യത്തിൽ അതിന്റെ ഒരു പ്രായച്ചിത്തമാ ഈ വരവ്. സന്തോഷകാലത്തല്ല, പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോഴാ ആളുകളെ നമ്മൾ തിരിച്ചറിയുന്നത്. തനൂജ ഉണ്ടാക്കിയ ബഹളത്തിൽ ഞാൻ ദേവികയെ ഒരുപാട് തെറ്റിദ്ധരിച്ചു. പക്ഷെ തെറ്റുപറ്റിയത് എനിക്കും മക്കൾക്കുമാണെന്ന് ഇപ്പൊ തിരിച്ചറിയുന്നു. ദേവിക എന്നെ പിന്തുണച്ചു കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഇന്നിവിടെ വരാൻ ഞാൻ ചിലപ്പോ ഉണ്ടാകുമായിരുന്നില്ല. അങ്ങനെയൊന്നും പറയല്ലേ സാർ. നിങ്ങളെ രണ്ടാളെ ഒരു വലിയ സ്ഥാനത്താ ദേവിക മോള് കണ്ടിരിക്കുന്നത്. ഞങ്ങളെക്കാളും മുകളിലാ ദേവിക. പക്ഷെ ആ സ്ഥാനം തിരിച്ച് അങ്ങോട്ട് കൊടുക്കാൻ എനിക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. സാധിച്ചിട്ടില്ല എന്നല്ല, ഞാൻ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല. അങ്ങനെ വേണം പറയാൻ. മനസ്സിന്റെ വലിപ്പമാണ് ഏറ്റവും വലുത്. ഓരോ അനുഭവങ്ങൾ വരുമ്പോഴാ നമ്മളതൊക്കെ തിരിച്ചറിയുന്നത്. നിങ്ങൾ ഞങ്ങളുടെ മോളെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കാൻ മാധവേട്ടൻ ഇല്ലാതായി പോയി. എസ്റ്റേറ്റിലെ സെക്യൂരിറ്റി പണി മാധവന് ബുദ്ധിമുട്ടാവില്ലേ? ഇപ്പൊ അതൊക്കെ ശീലായി സാർ. ദേവികയുടെ അച്ഛനെയും ഞാൻ കുറെ വിഷമിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞില്ലേ? നിങ്ങളും കുറെ വിഷമം അനുഭവിച്ചതല്ലേ? ആ മീരയുടെ പ്രശ്നത്തിലും ഇപ്പോ തനുജയുടെ പ്രശ്നത്തിലും. എന്തായാലും ദൈവ ആപത്തിൽ നിന്നൊക്കെ രക്ഷിച്ചു. രാധികയും ശാരികയും ഒരു ദിവസം അങ്ങോട്ടൊന്നും വരാത്തതെന്താ? നിങ്ങളെ ഒന്ന് വിരുന്നിന് ക്ഷണിക്കോ ഒരുമിച്ച് ഭക്ഷണം കഴിക്കോ ഒന്നും ഉണ്ടായിട്ടില്ല. നിങ്ങൾ എന്തായാലും വരണം. ശാരിക അമ്മയും അച്ഛനെയും കൂട്ടി വീട്ടിലേക്ക് വരണം കേട്ടോ. വരാം സർ. ഭഗവാനെ, ഈ സ്നേഹം എന്നും ഉണ്ടായാ മതി. ഉണ്ടാവും. ആരാ? എന്റെ പേര് നന്ദൻ. മുന്നമല്ലേ സിദ്ധാർത്ഥൻ ചന്ദ്രത്തിന്റെ മകനാ. എന്താ സാറേ? എനിക്ക് തനുജ ഒന്ന് കാണണം. അത് വേണ്ട സാറേ, അവളെപ്പോ സാറ് കാണാതിരിക്കാൻ നല്ലത്. ഇന്നലെ മുതൽ സ്വബോധമൊക്കെ വിട്ടു കിടക്കുക. അല്ല, അവളെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ഇന്നലെ ആകെ അലമ്പായിരുന്നു. ഒന്ന് സംസാരിക്കാനാണ് ഞാൻ വന്നത്. അവള് സിദ്ധാർത്ഥ സാറിന്റെ വീട്ടിൽ വന്നിട്ട് വിചാരിച്ച കാര്യമൊന്നും നടന്നില്ലല്ലോ. സിദ്ധാർത്ഥ സാറിനോടുള്ള കലി അടങ്ങിയിട്ടില്ലല്ലോ. സാറ് തിരിച്ചു വയ്ക്കോളൂ. ഞാൻ വഴക്കിടാനൊന്നും അല്ല വന്നത്. തനുജ എന്ന് കണ്ട് ഉപദേശിക്കാനാ. കാര്യങ്ങളൊക്കെ അച്ഛൻ ഞങ്ങളോട് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കിനി തെറ്റിദ്ധാരണയൊന്നുമില്ല. അച്ഛനെ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമായി. തനുജനി എത്ര ബഹളം വെച്ചിട്ടും കാര്യമില്ല. ഇതൊക്കെ നമ്മളോട് പറയാനാ വന്നത്. അല്ല, അത് വേണ്ട സാറേ. സാറിപ്പോ അവളെ കാണണ്ട, അത് ശരിയാവില്ല. തിരിച്ചു പൊയ്ക്കോളൂ സാർ.
ആ അല്ലെങ്കിൽ 2-3 ദിവസം കഴിയട്ടെ, എല്ലാം ഒന്ന് തണുക്കട്ടെ. സാറിപ്പോ പോയിക്കോ. ശരി. അല്ല, അങ്ങനങ്ങ് പോയാലെങ്ങനെ? എന്നെ കാണാനല്ലേ വീട് തേടിപ്പിടിച്ച് വന്നത്. നമുക്ക് സംസാരിച്ചിട്ട് പിരിയാം. അതൊന്നും വേണ്ട സാറേ, സാറിപ്പോ പോക്കോ. അവരങ്ങനൊക്കെ പറയും. നന്ദൻ വാ. തനുജി നീ അകത്ത് പോ. സാറേ, സാർ ചെന്നോളൂ. അതെന്ത് ന്യായം? പെങ്ങളെ കാണാൻ ആങ്ങളെ വരുമ്പോ കാണിക്കാതെ വിടുകയെന്ന് വെച്ച്? അമ്മ രണ്ടാണെങ്കിലും കൂടെപ്പിറപ്പുകളാ അല്ലേ ബ്രോ? അല്ല, ഞാൻ നിർബന്ധിക്കുന്നില്ല. എന്റെ ആങ്ങളെ ഒരാണാണെങ്കി അകത്ത് കയറി വാ. സാറേ, സാറിപ്പോ പോ. വെറുതെ ഒരു പ്രശ്നത്തിന് നിൽക്കണ്ട. ഏയ്, ഞാനും സംസാരിക്കട്ടെ. എന്താ അവർക്ക് പറയാനുള്ളതെന്ന് കേൾക്കണം. തനുജ. ആ, വന്നല്ലോ. അപ്പോ ആൺകുട്ടി തന്നെ. എന്റെ കാര്യം വിട്. തനുജ, നീ ഒരു പെൺകുട്ടിയല്ലേ? അതെ, നല്ല തന്റെയുടെ ഉള്ള പെൺകുട്ടിയാ ഞാൻ. ആ തന്റെ അടുത്തോടെ നീയാ ഞങ്ങളുടെ വീട്ടിൽ കയറി വന്ന് സീനുണ്ടാക്കിയത്. ഞങ്ങൾ ക്ഷമിച്ചു നിന്നതാ. നീ അവിടെ കാണിച്ചു കൂട്ടിയതൊക്കെ നിനക്കറിയാലോ. അത് കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് പല സത്യങ്ങളും മനസ്സിലാക്കാൻ പറ്റി. പല പ്രാവശ്യം പറഞ്ഞതുപോലെയല്ല ഇപ്പൊ ഞാൻ പറയുന്നത്. എല്ലാം നിന്റെ തെറ്റിദ്ധാരണയാ. എന്നെ രചനയിച്ച സഹോദരങ്ങളെ കാണത്തക്ക ബന്ധമൊന്നും നമ്മൾ തമ്മിലില്ല. സത്യം. നീ ചെറുപ്പമാണ്. നിന്റെ നല്ല ഭാവി ഇല്ലാതാക്കി കളയരുത്. പഠിക്കുകയോ ജോലി അന്വേഷിക്കുകയോ ചെയ്യണം. എന്തെങ്കിലും ചെറിയ സഹായം വേണമെങ്കിൽ ഞാൻ ചെയ്തുതരാം. നിന്നെ സംരക്ഷിക്കാൻ ഇവർക്ക്, നിന്റെ മാതാപിതാക്കൾക്ക് പറ്റും. അവര് പറയുന്നതും കേട്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ. മനസ്സിൽ തട്ടിയാണോ ഈ പറഞ്ഞതൊക്കെ? സത്യം. ഞാൻ നിന്നെ വെറുതെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല. കുറെ വഴക്കുകളും ബഹളങ്ങളും നമ്മൾ തമ്മിൽ നടത്തിയിട്ടുണ്ട്. തെറ്റും ശരിയും ആരുടെ ഭാഗത്തും ആവട്ടെ, പക്ഷെ ഇനി വേണ്ട. നീ എന്ത് ചെയ്യാണ്? പഠിക്കാണോ ജോലിക്ക് ശ്രമിക്കാണോ ഒന്നും എനിക്കറിയില്ല. പക്ഷെ നീ ജീവിതത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചാൽ ചെറിയ രീതിയിൽ എന്തെങ്കിലും സഹായം ചെയ്യാൻ ഞാൻ നോക്കാം. ഞങ്ങളും സാമ്പത്തികമായി ഞെരുക്കത്തില്ല, എന്നാലും കഴിയും പോലെ സഹായിക്കാം. ഞാൻ ചെയ്തതും പറഞ്ഞതും ഒക്കെ മറക്കണം. എനിക്കറിയാം, സമൂഹത്തിൽ മാന്യമായി കഴിയുന്ന നിങ്ങളുടെ സൽപ്പേര് ഞാനായിട്ട് കുറച്ചൊന്ന് കുറച്ചു. ഇനിയില്ല, ആ വഴിക്ക് ഞാൻ വരില്ല. നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടും എനിക്കറിയാം. ആ ബുദ്ധിമുട്ടിലും എന്നെ സഹായിക്കാന്ന് പറഞ്ഞല്ലോ. ആ വലിയ മനസ്സിന് ഞാൻ നന്ദി പറയാ. മതി, എനിക്കൊരു ചെറിയ സഹായം മാത്രം മതി. 1 കോടി രൂപ. വെറും 1 കോടി രൂപ മതി, ചെറിയ സഹായം. അടുത്ത ചെറിയ സഹായം എപ്പോ വേണമെന്ന് ഞാൻ പിന്നീട് അറിയിക്കാം. എന്നോട് കാണിക്കുന്ന ഈ കരുതലിന് വലിയ നന്ദി. 1 കോടി രൂപയാണല്ലേ ചെറിയ സഹായം? എനിക്കത് വലുത് തന്നെയാ. പക്ഷെ ചന്ദ്രോത്ത് കുടുംബത്തിന് ആ തുക നിസ്സാരമല്ലേ? നീ എന്നെ കളിയാക്കാണോ? നീയല്ലേടാ എന്നെ കളിയാക്കാൻ വന്നത്.
തലമുടിക്ക് കുത്തിപ്പിടിച്ച് വീട്ടിൽ കൊണ്ടിട്ടാ ഞാനങ്ങ് അടങ്ങൂന്ന് കരുതിയോ? തല വെട്ടിയെടുത്താലും തനുജയ്ക്ക് പുല്ലാടാ. സെന്റിമെന്റ്സ് കുപ്പിയും കൊണ്ട് വന്നേക്കുന്നു. കൂടെ പിറപ്പല്ലാന്ന്. രക്തബന്ധം തനൂജ തെളിയിച്ചു തരാം. DNA ടെസ്റ്റ് നടത്തി തെളിയിക്കും. കോടതി കൂട്ടിൽ നിർത്തി ജഡ്ജി പറയും എന്റെ അച്ഛൻ സിദ്ധാർത്ഥനാണെന്ന്.